സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ വാഗടിൻ്റെ റീച്ചിൽ അവസാന ഭാഗത്തെ കാഴ്ചകളാണ്. മാഹി ബൈപ്പാസ് ആരംഭിക്കുന്ന കുഞ്ഞിപ്പള്ളി ആ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ. കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ഞിപ്പള്ളിയിൽ കാര്യമായിട്ട് ഒരു പണിയും നടക്കുന്നില്ല. എന്തൊക്കെയോ ഒരു പ്രശ്നം കുഞ്ഞിപ്പള്ളിയിലുണ്ട്. പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞിപ്പള്ളി കഴിഞ്ഞതിന് ശേഷം ഒരു അണ്ടർപാസിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ട് ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടത് ഭാഗത്തുള്ളത്. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ ചില ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാളേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ. പിന്നെ ഈ ഒരു ഭാഗത്തെ വീഡിയോ ഞാൻ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വടകര കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ മാഹി ബൈപ്പാസിലോട്ട് പോയതായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെറ്റ്മെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഹൈവേയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ പാത കടന്നു പോകുന്നത്. അതായത് റിയലൈൻമെൻറ്റ് ഈ ഭാഗത്തോടില്ല. റിയലൈൻമെൻ്റ് ഉള്ള സ്ഥലത്താണ് പിന്നെ കാര്യമായിട്ട് വേഗത്തിൽ പണികളൊക്കെ നടന്നിട്ടുള്ളത്. നിലവിലുള്ള ഹൈവേയോട് ചേർന്നൊരു ഭാഗമായതുകൊണ്ട് പിന്നെ നിലവിലുള്ള റോഡിൻ്റെ അതേ വാട്ടർ ലെവലിലാണ് പല ഭാഗത്തും റോഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. പിന്നെ ആദ്യമുള്ള റോഡ്, അതായത് ഇപ്പോഴത്തെ ആ രണ്ടുപേരുണ്ടല്ലോ, അടിപൊളി റോഡാട്ടോ. വടകര കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിപ്പള്ളി എത്തുന്ന വരെ അടിപൊളി സൂപ്പർ റോഡാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ വെറ്റ്മെക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് വേണം നിലവിലുള്ള റോഡ് മാന്തി പൊളിച്ചിട്ട് അവിടെയും 6 വരിയുടെ പണികൾ നടത്താൻ. ഡ്രെയിനേജിൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വേഗത്തിൽ തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റിക്ക് ഒന്നായിട്ട് എളുപ്പത്തിൽ തീർക്കാമെന്നുള്ള നിലക്കായിരിക്കും വാഗട് ഈ ഭാഗം അങ്ങോട്ട് മെയിൻ ചെയ്യാതൊക്കെയാണ്. കാര്യമായിട്ട് പണികൾ നടക്കുന്നത് ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൽ നല്ല പണികൾ നടക്കുന്നുണ്ട്. പിന്നെ നന്ദി മുതൽ പയ്യോളി വരെ ആ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് അവിടെ പണി നടന്നിട്ടില്ല. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 80% പണികൾ കഴിഞ്ഞതാണ്. അതായത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, മെയിൻ റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാണ്. പാനൂർ ആ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഷോർട്ട് ക്രിയേറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയതായിട്ടൊരു കുന്നുണ്ട്. അപ്പോൾ കുന്നുള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളിന് പകരം സോയിൽ നെയിലിംഗ് ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുള്ളത് ഊരാളുങ്കൽ കമ്പനി കേട്ടോ. പല ഭാഗത്തും പല കോലത്തിലാണ്. മലബാർ ഏരിയയിൽ മാത്രമാണ് നമുക്ക് ഈ കോൺക്രീറ്റ് വാളും അതേപോലെ സോയിൽ നെയിലിംഗ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് എത്തണം. കൊല്ലം ജില്ലയിലും ഇതേപോലെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികളൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ആറ്റിങ്ങൽ ബൈപ്പാസിൽ പിന്നെ മലബാറിൻ്റെ അതേ ഭൂപ്രകൃതിയാണ്. ഇവിടത്തിനേക്കാൾ മോശമാണ് ആറ്റിങ്ങൽ ബൈപ്പാസ്. അതായത് ഇങ്ങനെ കുന്ന് കയറി ഇറങ്ങുക. ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് തന്നെ കണ്ണൂരോ എന്തോ ഒരു കണ്ണൂരിൻ്റെ ആ ഒരു ടച്ചുള്ള പേരാണ്. ഏതായാലും അണ്ടർപാസിൻ്റെ പണി വളരെ സ്ലോവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് കാലം മുമ്പ് പോയപ്പോഴും ഇതേ ഒരു അവസ്ഥ ആയിരുന്നു. ഇവിടെ നിലവിലുള്ള റോഡുമൊക്കെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഒന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിട്ട് നിലവിലുള്ള റോഡ് മാന്തി പൊളിക്കുന്ന പരിപാടികൾ ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ അതുണ്ടാകും. കാരണം സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലത്തോട്ട് നോക്കൂ, വിശാലമായിട്ടുള്ള അറബിക്കടലാണ് ആ കാണുന്നത്. കുറച്ച് ഉയരം കൂടിയിരിക്കണമെന്നൊരു സംശയമുണ്ടല്ലേ ഡ്രോണ്. അപ്പോൾ ഏതായാലും ഇവിടെ മണ്ണിട്ടേർത്തുന്ന പണികൾ അവിടെ കുറച്ച് ഭാഗം മണ്ണിട്ടേർത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞിരിക്കണം, ആ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇനിയും തീരാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഏത് ഭാഗം ഇപ്പോൾ ഇതിനായിട്ട് കമ്പയർ ചെയ്യാം? ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഹരിപ്പാട് എത്തുന്നതിന് മുമ്പുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, KNRൻ്റെ ഈ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ചാനലുകളിലും എൻ്റെ ചാനലൊക്കെ കണ്ടുകണല്ലോ. ഈ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗത്തൊക്കെ KNRൻ്റെ റീച്ചിൽ പുറത്തേക്ക് നല്ല രീതിയിൽ കമ്പി തള്ളി നിൽക്കുന്നുണ്ട്. ആ കമ്പിയൊന്നും മുറിച്ച് മാറ്റൂല. അതൊക്കെ 3 കൊല്ലം കൂടുമ്പോൾ വീണ്ടും അതിന് മുകളിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യും. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അതായത് ആ പുറത്തേക്കുള്ള കമ്പി തള്ളി നിൽക്കുന്ന കാഴ്ചകളൊന്നും ഇവിടെ കാണുന്നില്ല. ഒരു നല്ലൊരു വൃത്തിയുള്ള. അപ്പോൾ നമ്മളെ കഴക്കൂട്ടം ബൈപ്പാസിലും ഇതേപോലെ പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏത് കമ്പനിയാണെന്ന് അറിയില്ല. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. കുറച്ചൊരു വൃത്തി കൂടുതലുണ്ട് ഈ ഒരു വാഗടിൻ്റെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടിക്ക്. പിന്നെ ഈ സോയിൽ നെയിലിംഗ് പരിപാടികളൊക്കെ കമ്പനി അല്ല ചെയ്യുന്നത് കേട്ടോ.
ഇപ്പോൾ KNR അല്ല, KNR വേറൊരു കമ്പനിക്ക് സബ് കൊടുത്തതാണ്. ഹരിയാന ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണെന്ന് തോന്നുന്നു. കട്ട വെക്കുന്നത് ഹരിയാന ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. KNRൻ്റെ നേതൃത്വത്തിലാണ്, പക്ഷേ ഹരിയാന ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് അത് ചെയ്യുന്നത്. പല കമ്പനിയും പല ആൾക്കാർക്കും സബ് കൊടുക്കുന്നുണ്ട്. അതായത് ബോർ പെയിലിംഗ് പല കമ്പനികളും സബ് ചെയ്യുന്നുണ്ട്. KNRൻ്റെ പിന്നെ പെയിലിംഗ് ഒക്കെ KNR ആണ് ചെയ്യുന്നത്. KNRൻ്റെ കയ്യിൽ ഒരുപാട് മിഷനറീസ് ഉണ്ട്. സ്വന്തമായിട്ട് ഏറ്റവും കൂടുതൽ മിഷനറീസ് ഉള്ള കമ്പനി KNR ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇവിടെ എത്തി, ഊരാളുങ്കലിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ULCCS കമ്പനിയുടെ ആസ്ഥാന മന്ദിരം, വടകര നാദാപുരം റോഡിലെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാന ഓഫീസ്. ഇവിടെയാണ് ചെയർമാനൊക്കെ ഇരിക്കലെന്ന് തോന്നുന്നു. ഒരു ഓഫീസിന് മുമ്പിലുള്ള സംഭവമാണ്. റോഡ് റോളറൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യകാലത്ത് റോഡ് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെയാണ് ഈ കയറ്റങ്ങൾ അതേപോലെ ചുരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്, ഈ ചുരം ഭാഗത്തൊക്കെ റോഡ് റോളർ ഇല്ലാത്ത കാലത്ത് ഇതേപോലെ ആൾക്കാർ വലിയ കല്ല് ഇതേപോലെ ഉരുട്ടിക്കാണ്ട് റോഡ് ഉണ്ടാക്കിയെന്ന ആ ഒരു അവസ്ഥ. ഇപ്പോൾ ഫുള്ള് വോൾവോ, ഹാം, എന്തൊക്കെ മെഷീനുകളാണ്. അപ്പോൾ ആ മെഷീൻ ഇല്ലാത്ത കാലത്തും റോഡ് ഉണ്ടാക്കിയിരുന്നു. 1925 ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 2025 100-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. 100-ാം വാർഷികത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1925 തുടങ്ങിയിട്ടുള്ള തൊഴിലാളികൾ കെട്ടിപ്പടുത്തിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ 2ാമത്തെ ലേബർ കോപ്പറേറ്റീവ് കമ്പനിയാണ്. ലോകത്തിലെ 2ാമത്തെ കോപ്പറേറ്റീവ് കമ്പനി കേട്ടോ, ലേബർ കോപ്പറേറ്റീവ് കമ്പനി. അപ്പോൾ ഏതായാലും നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട് കമ്പനിക്ക്. ദേശീയപാത അതോറിറ്റി ഇവർക്കൊരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിലെ NH-66 പണി നടക്കുന്നതിൽ ബെസ്റ്റ് പെർഫോമർ അവാർഡാണ് ഊരാളുങ്കലിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പോട്ടെ. നാദാപുരം റോഡിൽ ഡ്രെയിനേജിൻ്റെ പണികൾ വലത് സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ. നല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗവും ഈ ഭാഗവും കാണിക്കുമ്പോൾ കാണുന്ന ആൾക്കാർക്കും കാണാൻ ഒരു താല്പര്യമില്ല. വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ എനിക്കൊരു ഉന്മേഷമില്ല. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ. ഏതായാലും എല്ലാ ഭാഗവും കാണിക്കണമല്ലോ. കേരളത്തിൽ ദേശീയപാത വികസനം ഏതൊക്കെ റീച്ചിൽ എത്രത്തോളം എത്തി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം ഏതൊക്കെ റീച്ചിൽ എത്രത്തോളം പണിയായി എന്ന് അറിയണമല്ലോ. വാഗടിൻ്റെ റീച്ചാണ് മലബാർ മേഖലയിൽ വളരെ വേഗത കുറഞ്ഞിട്ട് പണി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഗിയറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് കേട്ടോ. ഹൈവേയിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നാദാപുരം റോഡ് വേറൊരു അങ്ങാടിയാണ്. നാദാപുരം ടൗണിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ ആ ഭാഗത്താണ്. നമ്മളെ ഊരാളുങ്കലിൻ്റെ ഓഫീസ് കണ്ടില്ല ആ ഭാഗത്ത്. നാദാപുരം റോഡ് വേറെ, നാദാപുരം വേറെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിലുള്ള ഹൈവേയോട് ചേർന്നിട്ട് കുറച്ച് ഭാഗം മണ്ണുയർത്തേണ്ടതുണ്ട്. അതിനിടയിൽ 2-3 സ്ഥലത്ത് അടിപ്പാത വേണം എന്നുള്ള സമരങ്ങളൊക്കെ ഉണ്ട്. സമരങ്ങളില്ല, പക്ഷേ അവിടെ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു ROB വരുന്നുണ്ട്, റെയിൽവേ ഓവർ ബ്രിഡ്ജ്. അതായത് വലിയ ഗഡറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ROB അല്ല, ചെറുതായിട്ടൊരു ROB. അതായത് റെഡിമെയ്ഡ് ROBകളുണ്ട് ഇപ്പോൾ. അതായത് റെഡിമെയ്ഡ് ROB പറഞ്ഞാൽ ഒന്നായിട്ട് ഗഡറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലാണ്ട് കൊടുന്ന് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മേലെ BC ചെയ്യുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ. ആർച്ച് വരെ റെഡിമെയ്ഡായിട്ട് ഇങ്ങോട്ട് എത്തും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ROB വരുന്നുണ്ട് ഈ ഭാഗത്ത്. അതേപോലെ ദേശീയപാത കടന്നു പോകുന്ന കൊല്ലം ജില്ലയിലും ഇതേ കോലത്തിലുള്ള ഒരു ROB വരുന്നതായിരിക്കും. ROB ഏതൊക്കെ ഭാഗത്ത് ക്രോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ പഠനക്കാട് ഭാഗത്ത്, തലശ്ശേരി മാഹി, അതേപോലെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം, ഈ ഭാഗത്തൊക്കെയാണ് വലിയ ROBകൾ വരുന്നത്. അതേപോലെ ആലപ്പുഴ ബൈപ്പാസിൽ 2 സ്ഥലത്തേറ്റ ROB വരുന്നുണ്ട്. ഇതാണ് ROB. കണ്ട 2 സൈഡിലും പെയിലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിയറിൻ്റെ പണികൾ കുറച്ച് ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള പരിപാടികളൊക്കെ തീർക്കും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വടകര കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയ സ്റ്റീലിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ. ഇതിലേക്കുള്ള ROBയിലേക്കുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയും ഇടതുഭാഗത്ത് ചെറുതായിട്ടൊന്ന് മണ്ണുയർത്തേണ്ടതുണ്ട്. നിലവിലുള്ള റോഡ് ഉണ്ടാക്കിയപ്പോൾ ആ ഒരു 2 വരിക്കുള്ള ഭാഗം മാത്രമാണ് മണ്ണുയർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വടകര ടൗണിലേക്കും വടകര പഴയ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറുതായിട്ടുള്ളൊരു മേൽപ്പാലം, അതായത് 3 സ്പാനുള്ള ചെറിയൊരു മേൽപ്പാലമാണ് ആ കാണുന്നത്. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ്.
കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വടകര ഓൾഡ് ടൗണിലോട്ട് പോകാൻ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. ബസ് സ്റ്റാൻഡ് പുതിയ ടൗണൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ പഴയ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഹെവി ട്രാഫിക് ജാമുള്ള ഈ ഒരു ഹൈവേ ബൈപ്പാസായിട്ട് നിർമ്മിച്ചതാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിലുള്ള പണികളൊക്കെ തീർന്നിട്ടുണ്ട്. മേൽപ്പാലത്തിൻ്റെ ഇടതുഭാഗത്താണ് വാഗഡിൻ്റെ ഒരു പ്ലാന്റ്. അങ്ങനെ പാർക്കോ ഹോസ്പിറ്റലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. കുറച്ചപ്പുറത്ത് മണ്ണെടുക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വടകര വരെ കാര്യമായിട്ട് എന്താ നടന്ന പണി വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് പുതുതായിട്ട് 6 വരിയുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മണ്ണുട്ടിർത്തിയ ഭാഗമൊന്നുമല്ല കേട്ടോ. നിലവിലുള്ള റോഡിന് സമാന്തരമായിട്ട്, അതായത് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ട് കുറച്ച് ഭാഗത്ത് വെറ്റുമിക്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാൻ, മാറ്റങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ കാണുന്നതാണ് സുഹൃത്തുക്കളെ വടകര ടൗണ്. വടകര ടൗണിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എന്താണ് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒന്നും തരാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഉള്ള വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. അറബിക്കടലാണ് കാണുന്നത്. വടകര ടൗണും ഏകദേശം കടപ്പുറത്തിനോട് അടുത്താട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ്സ് യു അഗെയിൻ. ബൈ ബൈ.